പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 31 സ്തോത്രം ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് നടത്തി, ശ്രേഷ്ഠകരമായി നടത്തി. ആമേൻ. തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ച് ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറാതെ, നമ്മുടെ സകല വഴികളിലും നമ്മളെ കാപ്പാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കി കഴിഞ്ഞ പകലിലും രാത്രിയിലും ക്ഷേമത്തോടെ നടത്തിയ കർത്താവിൻ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ഹല്ലേലൂയ, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരമുയർത്തി പറയാം, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറയാമോ? എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. 147 സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ആമേൻ. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, കർത്താവിൻ്റെ വിവേകത്തിന് അന്തമില്ല. 11-ാമത്തെ വാക്യം പറയുക, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഈ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ ഞങ്ങൾക്ക് നന്ദി പറയുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ത്രൂ ഔട്ട് ഈ മന്ത് ഞങ്ങളെ അത്ഭുതമായി അങ്ങ് നടത്തിയതിന് സ്തോത്രം, അതിശയകരമായി നടത്തിയതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. അപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവെ ഈ 31 തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചലഞ്ചസുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾക്ക് അങ്ങയുടെ സഹായമുള്ളത് കൊണ്ട് ഞങ്ങൾ ചിലതിനെ ചാടിക്കടക്കുന്ന പകൽക്കാലം, ചിലതിനെ ഓവർകം ചെയ്യുന്ന പകൽക്കാലം, യേശുവിൻ്റെ നാമത്തിൽ ഓവർകം ചെയ്യുന്ന പകൽക്കാലം. ചില സൊല്യൂഷനുകൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, ചില പരിഹാരങ്ങൾ ഇന്നത്തെ പകൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പരിഹാരം ഇന്നത്തെ പകൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ഇന്നത്തെ പകൽക്കാലം ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ചിലരുണ്ട്. എങ്ങനെ ഇത് സോൾവ് ചെയ്യും, എങ്ങനെ പരിഹരിക്കും എന്നറിയാൻ മേല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഡിവൈൻ സൊല്യൂഷൻ ഉണ്ടാകട്ടെ. ഒരു ഡിവൈൻ സൊല്യൂഷൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവിക രോഗശാന്തി വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, അത്ഭുതകരമായി രോഗസൗഖ്യത്തോടുകൂടെ മുന്നേറുവാൻ സഹായിക്കണം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കണം, ജോലിയിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണം, ബിസിനസ്സുകളിൽ ദൈവിക അഭിവൃദ്ധി ഉണ്ടാകണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. അത്ഭുതകരമായി അത് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സഭായോഗങ്ങൾ നടക്കുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭായോഗങ്ങളെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായി കാര്യങ്ങൾ നടക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. വലിയ ഉണർവിനായിട്ട് കാര്യങ്ങൾ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ഉണർവിനായി കാര്യങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ്, ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് നാളെ മുതൽ തുടങ്ങുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ മുതൽ നമുക്ക് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. നാളത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. മാസത്തിൻ്റെ ആരംഭ ദിവസമാണ്. നാളത്തെ മീറ്റിംഗ് ഒരു കാരണവശാലും മിസ് ചെയ്യില്ല. നാളെ നിശ്ചയമായിട്ട് നിങ്ങൾ ഉപവസിക്കണം. ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആ മാസത്തിൻ്റെ ഡോറാണ്.
ആമേൻ. അന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രത്യേകമായി മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് സ്പെഷ്യൽ ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാകും. അതുകൊണ്ട് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നാളെ നിങ്ങൾ പ്രത്യേകമായി ഉപവാസത്തോടുകൂടി സാധിക്കുമെങ്കിൽ കുടുംബമായി ഉപവസിക്കണം. കാരണം ഒരു മാസത്തെ ആരംഭ ദിവസമാണ്. ആരംഭ ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു മാസം പൂർണ്ണമായിട്ട് അനുഗ്രഹമാകും. ആമേൻ. ആദ്യ ഭാഗം ആമേൻ വിശുദ്ധമെങ്കിൽ ആ പിണ്ടം മുഴുവൻ വിശുദ്ധമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ കർത്താവിൻ്റെ കൂടെ ഇരുന്നു, ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, പ്രാർത്ഥിച്ചു, ദൂതുകൾ സ്വീകരിച്ചു, ദൈവവചനത്തെ സ്വീകരിച്ചു. നമ്മൾ പുതിയ മാസത്തിലേക്ക് കയറുമ്പോൾ ബാക്കി ഈ മാസം മുഴുവൻ അനുഗ്രഹമാകും. അതുകൊണ്ട് നാളെ എല്ലാവരും നിശ്ചയമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് പറയുന്നത്, നിശ്ചയമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. എന്നിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുക. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് സഭാ ഹാളിൽ വെച്ച് മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മറക്കല്ലേ കേട്ടോ. നേരത്തെ ഒരു ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നാളെ നിശ്ചയമായിട്ടും സഹോദരൻ ഉപവസിക്കണം, സഹോദരി ഉപവസിക്കണം, കുടുംബമായിട്ട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നാളത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യാനും പാടില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ആലോചനയിലേക്ക് നമുക്ക് പോകാം. അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അതായത് യേശുവിൽ വസിക്കുന്നു, യേശു എന്നിലും ഞാൻ യേശുവിലും ആണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യം. കാരണം കർത്താവിലായി കഴിയുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ക്രിസ്തു അവൻ്റെ ഉള്ളിലാകുക. അതായത് അവൻ യേശു മുന്തിരി വള്ളിയും നമ്മൾ കൊമ്പുകളുമാകുന്നു. അപ്പോൾ അവനിൽ വസിക്കുക നമ്മൾ ചെയ്യുന്നു. അപ്പോൾ തിരുവെഴുത്ത് പറയുക, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അപ്പോൾ ഈ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ എങ്ങനെയാണോ സഞ്ചരിച്ചത് അതുപോലെ സഞ്ചരിക്കുവാനാണ് കർത്താവ് നമ്മളെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. യേശു ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. സ്തോത്രം. യേശു നടന്നതുപോലെ നടക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ ജോർദാനിൽ വെച്ച് യേശു സ്നാനപ്പെടുമ്പോൾ യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ പരിശുദ്ധാത്മാവാണ് യേശുവിനെ നടത്തിയത്. ഇതുപോലെ ഇന്ന് ഈ ഭൂമിയിൽ നമ്മളെ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുള്ളത് കൊണ്ട് ഒന്നും നമുക്ക് അസാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു നടന്ന അതേ പ്യൂരിറ്റിയിൽ വേണം നമ്മളും ഈ ഭൂമിയിൽ നടക്കുവാൻ. ഹല്ലേലൂയ. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും യേശു വിശുദ്ധി സൂക്ഷിച്ചു. അതുപോലെ ആയിരിക്കണം നമ്മളും ഈ ഭൂമിയിലായിരിക്കും. ഇന്നത്തെ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം വേണം. കർത്താവേ, എനിക്കും പ്യൂരിറ്റിയിൽ വിശുദ്ധിയിൽ നടക്കണം. യേശു ആയിരുന്നതുപോലെ തന്നെ എനിക്ക് ഈ ഭൂമിയിലായിരിക്കും. ഇത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും, എന്നെ ആ നിലയിലേക്ക് മാറ്റണം. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയിൽ ജീവിക്കുന്നവരായി തീരണം. സത്യസന്ധരായി ജീവിക്കണം. വിശ്വസ്തരായി ജീവിക്കണം. കള്ളം പറയരുത്. അവൻ വേണ്ടാത്ത പ്രവൃത്തികൾക്കൊന്നിനും പോകാതെ ദൈവിക വിശുദ്ധി നമ്മൾ സൂക്ഷിക്കണം. യേശു ആരെയും വഞ്ചിക്കാൻ പോയില്ല, ആരെയും പിടിച്ചു പറിക്കാൻ പോയില്ല, യേശു ആരെയും ഏഷണി പറയാൻ പോയില്ല, ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നില്ലായിരുന്നു. യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. അപ്പോൾ ആ പ്യൂരിറ്റി, പിതാവെ അങ്ങ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യം യേശുവിനുണ്ട്. ഇതുപോലെ നമുക്കും ഉണ്ടാകും. 2, യേശു ഹമ്പിളായിരുന്നു. ഹ്യൂമിലിറ്റി. യേശു സൃഷ്ടികർത്താവാണ്. അവൻ സൃഷ്ടികർത്താവായ സൃഷ്ടിയായി ഇറങ്ങി വന്നു. യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനപ്പെടുക. യോഹന്നാൻ പറയോ, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യേശു പറഞ്ഞു, നോ പ്രോബ്ലം, അതൊന്നും സാരമില്ല, ഇപ്പോൾ സകലതും അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം അതായത് യേശു ഹമ്പിളായിരുന്നു. യേശു തന്നെ ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തയ്യാറായി. അപ്പം നമ്മളും ഈ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ആരെ പോലെ ആയിരിക്കണം? യേശുവിനെ പോലെ ഹമ്പിളായിരിക്കണം. 3, യേശു കമ്പാഷൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ യേശുവിന് വിഷമം മനസ്സലിഞ്ഞു എന്നുള്ള തിരുവെഴുത്ത് വായിക്കണം. യേശുവിന് മനസ്സലിഞ്ഞു. കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. മനസ്സലിഞ്ഞാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് അവരുടെ വിഷമം യേശുവിൻ്റെ വിഷമമായി മാറി. ഹല്ലേലൂയ. അവരുടെ വേദന യേശുവിൻ്റെ വേദനയായി മാറി.
ഇതുപോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവർ നമ്മളും പ്രാർത്ഥിക്കും. കർത്താവേ, ആ കമ്പാഷൻ എനിക്ക് തരണം, മറ്റുള്ളവരുടെ വേദന എനിക്ക് വേദനിക്കണം. ആമേൻ. അവിടെയാണ് മിറക്കിൾസ് സംഭവിക്കുന്നത്. ആമേൻ. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകണം. അല്ല, നമ്മൾ പലരും മിറക്കിൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പേരും പ്രശസ്തിയും പദവിയും എടുക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ആകരുത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വേണം, കർത്താവേ എനിക്കൊരു കമ്പാഷൻ തരണം. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ, ഭാരം കാണുമ്പോൾ, മറ്റുള്ളവരുടെ തകർച്ച കാണുമ്പോൾ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സൊന്ന് പെടയണം, എൻ്റെ മനസ്സിലൊരു മുറിവുണ്ടാകണം, എനിക്കൊരു ഭാരമുണ്ടാകണം. അതാണ് പ്രിയപ്പെട്ടവരെ അടുത്ത ലെവൽ ഓഫ് മിറക്കിൾസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. യേശു നയനിലെ സ്ത്രീ കരയുന്നത് കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. യേശു അന്വേഷിച്ചപ്പോൾ അവൾ വിധവയാണ്, അവൾക്കൊരു മോനെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരം തോന്നി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലും അതുപോലുള്ള കമ്പാഷൻ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ യേശു നടന്നതുപോലെ നടക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആ കമ്പാഷൻ തരണം. 3, യേശു അനുസരിച്ച് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണ ഒബീഡിയൻസ് ആയിരുന്നു, ഒബീഡിയൻറ്റ് ചൈൽഡായിരുന്നു. അതായത് പിതാവിൻ്റെ ഇഷ്ടമല്ലാത്തത് എനിക്ക് തികയ്ക്കാനുള്ളത് മറ്റൊന്നുമല്ല, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം തികയ്ക്കണം. അതുപോലെ അനുസരണത്തിലായിരുന്നു ജീവിച്ചത്. ഭൂമിയിലായിരിക്കും ഇതുപോലെ ആയിരിക്കണം നമ്മളും പൂർണ്ണമായി ഒബീഡിയൻ്റ് ആയിരിക്കണം. തിരുവെഴുത്തുകൾക്ക് പൂർണ്ണമായി അനുസൃതമായി ജീവിക്കണം. അതുപോലെ യേശു ക്ഷമിച്ചതുപോലെ ഈ ഫോർഗീവ്നെസ് ക്രൂശിൽ കടന്നുപോലും യേശു പറയാം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഞാൻ ചോദിക്കട്ടെ, സഹോദരി, മാതാവേ, പിതാവേ, നമ്മളിപ്പോഴും പലരോടുമുള്ള വിരോധം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ പലരോടും പിണങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അവർ നമ്മളോട് ചെയ്തത്, അവർ നമ്മളെ വേദനിപ്പിച്ചത്, അവർ നമുക്ക് എതിരായി സംസാരിച്ചത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ മുഖത്ത് അവർ തുപ്പി, യേശുവിൻ്റെ മുഖത്തെ രോമം അവർ വലിച്ചു പറിച്ചു, യേശുവിനെ അവർ പരസ്യമായി പരിഹസിച്ചു. അപ്പോഴും യേശു എന്ത് ചെയ്തു? അവരോട് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ നടന്നതുപോലെ നടക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്. അതിനായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ യേശുവേ അങ്ങൻ്റെ കർത്താവാകുന്നു, അങ്ങൻ്റെ രക്ഷകനാകുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവേ അങ്ങ് നടന്നതുപോലെ ഞാൻ ഈ ഭൂമിയിൽ നടന്നുകൊള്ളാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ക്ഷമ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൃപയായി മാറണം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സഹിക്കുവാൻ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമ്മളെ മുറിവേൽപ്പിക്കുന്നവരെ, നമുക്ക് വിരോധമായി സംസാരിക്കുന്നവരെ, നമ്മളെ കൈത്താങ്ങാത്തവരെ ഒക്കെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കരുത്. അതിനുവേണ്ടിയല്ലേ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ബ്രദറെ, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സാധാരണക്കാരെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയല്ലേ. യേശു അങ്ങനെയല്ലല്ലോ ചെയ്തത്. യേശു തന്നെ സ്നേഹിച്ചവരെയും തന്നെ സ്നേഹിക്കാത്തവരെ ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ കരുതുകയും, തന്നെ ദ്രോഹിക്കുന്നവരെ, തന്നെ ഉപദ്രവിച്ചവർ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയൂടെ അല്ലേ ക്രൂശിൽ മരിച്ചത്? അല്ലെങ്കിൽ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ പറഞ്ഞു, ഈ എന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അല്ല ഞാൻ മരിക്കുന്നത്. അങ്ങനെയല്ല, യേശു സകല മനുഷ്യർക്ക് വേണ്ടിയാണ് മരിച്ചത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവൻ നടന്നതുപോലെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. ഈ കർത്തൃ ദിവസത്തിൽ ഒരു തീരുമാനമെടുക്കാം. പിതാവേ, ഞങ്ങളെ യേശുവിന് പകരമായി ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ യേശു നടന്നതുപോലെ അവൻ വിശുദ്ധിയിൽ, അവൻ താഴ്മയിൽ, ഹല്ലേലൂയ, കമ്പാഷനിൽ, സഹതാപത്തിൽ, ഹല്ലേലൂയ, അനുസരണത്തിൽ, ക്ഷമയുള്ള സ്വഭാവം, ഫോർഗീവ്നെസ്സിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അതിനുള്ള സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകട്ടെ. ഓരോരുത്തരുടെ മേലും പ്രത്യേക കൃപയുണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൈകൾ ഉയർത്തി പറഞ്ഞാട്ടെ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാരപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.